ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ചുരങ്ങയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ഉണ്ടായ ചുരങ്ങയും അതിൻ്റെ എണ്ണവും ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതും ചെയ്ത് വെച്ച കാര്യങ്ങളൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചുരങ്ങ, നീളമുള്ള ചുരങ്ങ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചുരങ്ങ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇപ്പോൾ മൂന്നാമത്തെ സീസൺ, ഒറ്റ ചെടിമേ തന്നെ മൂന്നാമത്തെ സീസൺ ഉണ്ടായ ചുരങ്ങയാണ്. അപ്പോഴാണ് ഞാനിതിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോട് വരെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു ചെടി നല്ലോണം ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇതാണ് നമ്മുടെ ചുരങ്ങയാണ്. നമ്മളെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് തന്നെ അടുക്കളൻ്റെയും ബാത്റൂമിൻ്റെയും ഇപ്പുറത്ത് ഒരു ആലുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസിലാണ് ഞാൻ ഈ ചെടി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. വല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പന്തലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ആദ്യം തന്നെ ഉണ്ടായ ചുരങ്ങകൾ കാണിച്ചതാ. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ചുരങ്ങകളുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഈ ഒരു സൈഡിലേക്ക് ഉണ്ട്, ഇതാ ഇവിടേക്കും കുറേ എണ്ണം തന്നെ ഈ നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഇപ്പം നിലവിൽ ഞാൻ മൂടി വെച്ചിട്ടില്ല. മൂടി വെച്ചിട്ടില്ലെങ്കിൽ കീടങ്ങളുടെ അറ്റാക്കൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പം ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് അയച്ചു വെച്ചതാട്ടോ. അത്യാവശ്യം സൈസിലേക്ക് വരുന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല ദാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇതാക്കുന്ന ഇതിൻ്റെ ഈ സൈഡിലേക്കും ഇവിടെയൊക്കെ ഒരുപാട് എണ്ണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇതാക്കുന്ന പിന്നെ ഇപ്പുറത്തൊരു കൊക്കോമരുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഉണ്ടായതിൽ ഇതിലും കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഒരു 25ഓളം കായകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ഇതിൻ്റെ തൈൻ്റെ മരട് ഭാഗം കൂടി കാണിച്ചു തരാം. വാ, അതായത് ഇവിടെയാണ് നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 3 കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാത്രമേ ഇതിലുള്ളൂ. അത്യാവശ്യം നല്ല സൈസ് തന്നെ ഉണ്ട് കേട്ടോ. ഈ സൈസൊക്കെ ഉണ്ടാവാൻ കാരണം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്ഥലം ഉള്ള ആൾക്കാർക്ക് വരെ ഈ ഒരു രൂപത്തിൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നെ ഇതാക്കുന്ന 4-5 കായകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ചാണകപ്പൊടിയാണെന്ന് പറഞ്ഞു. അത്യാവശ്യം ഒരു 2 അടിയുള്ള കുഴി എടുത്ത് ചാണകപ്പൊടി നന്നായിട്ട് നിറച്ച് വെച്ചിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇനി ഇത് മാത്രമല്ല, മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ചെയ്തു വെച്ച 1-2 കാര്യങ്ങൾ കൂടെയുണ്ട്. അതായത് ഈ ചുരങ്ങയിൽ ഈ തണ്ട് അത്യാവശ്യം മൂപ്പെത്തി കഴിഞ്ഞാൽ അതിൽ ഇവിടേക്ക് ഈ മുട്ടുകളിലൊക്കെ വേരുകൾ വരുന്നത്. ഇതിപ്പോൾ ഇതിൽ കുറച്ച് വേരുകൾ വന്നിട്ടുണ്ട്. ഇവിടെ വേരുകൾ വന്നിട്ടുണ്ട്. അതേപോലെ ഈ കൊമ്പിൻ്റെ ഭാഗത്തൊക്കെ, അതായത് ഓരോ ഇലഞ്ഞെട്ടുകൾ ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും പടർന്ന് പിടിക്കണമെങ്കിൽ നേരത്തെ കാണിച്ച മരട് ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് വളം വലിച്ചിട്ടാണ് ഈ ചെടി നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ. പക്ഷേ ഈ വേരിന് നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്താൽ മതി, പരിചരണം കൊടുത്ത്, അതായത് വളം ഇവിടെ തന്നെ നമ്മൾ കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചെടിക്ക് വളം കിട്ടുകയും ചെയ്യും, നല്ലൊരു വളർച്ച ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അത് ഞാൻ ചെയ്തു വെച്ച കാര്യമാണിത്. ഇപ്പോൾ കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ വേര് വന്ന ഭാഗത്താണ്, എല്ലാ വേര് വന്ന ഭാഗത്ത് ഞാൻ വെച്ചിട്ടില്ല. എന്നാലും ഒന്നിടവിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ കുപ്പി വെച്ചിട്ടുണ്ട്. ഈ ഒരു കുപ്പി ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ വേരുകൾ അതായത് ഈ കുപ്പിയിൽ ഞാൻ നിറച്ച് വെച്ചത് സാധാരണ ഈ ഒരു രൂപത്തിലുള്ള കുപ്പിയാണ്, വലുതും ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ ഓവർ കനട്ട് പറ്റിയില്ല, കാരണം ഓവർ തൂങ്ങിപ്പോവും. ഇപ്പം തന്നെ ചുരങ്ങ ഉണ്ടായിട്ടൊക്കെ ഇമേല് വെയിറ്റ് ഒന്നുകൂടെ കുറച്ച് തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ കുപ്പി എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2 സൈഡിൽ ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ കുപ്പിയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ വിരൽ വെച്ച ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഇവിടെയും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഹോൾ അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഓവർ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൽ നിറച്ച് വെച്ചത് ചാണകപ്പൊടിയാണ് കേട്ടോ. വെറും ചാണകപ്പൊടി മാത്രമാണ്, മണ്ണൊരു തുള്ളി ഉപയോഗിച്ചിട്ടില്ല. വെറും ചാണകപ്പൊടി ഉപയോഗിച്ചു, വേറൊന്നും തന്നെ അല്ല കേട്ടോ. അപ്പം ഇതിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തത്. ഇപ്പോൾ കുപ്പി ഇങ്ങനെ കുപ്പിയിൽ നല്ല നിറച്ച് വെച്ചതിന് ശേഷം ഈ വേരുകളതാ, ഈ വേര് വരുന്ന ഭാഗം എന്ത് ചെയ്താൽ മതി, ഇതിൽ വളം നിറച്ചിട്ട് ഈ കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു കെട്ടിട്ടിട്ട് എന്ത് ചെയ്യുക, ഈ തണ്ടിൻ്റെ മുകളിൽ ഇതൊക്കെ കെട്ടിയിട്ടത് ഇങ്ങനെ കാണാൻ കഴിയുക, ഇതൊക്കെ കയറുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്തേക്കായിട്ട് ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ചാണകപ്പൊടി മാത്രം, ഇതിൽ കൊണ്ടുവന്ന വേരിൻ്റെ ഒരു വണ്ണവും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിലിതാ വളരെ നേരിയ വണ്ണം മാത്രമേ ഉള്ളൂ. ഇത് വളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പോട്ടോ. ഈ ഭാഗം നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഏകദേശം ഒരു 4-5 വേര് കൂടിയ വണ്ണം ഈ വേരിനുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നല്ല കരുത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്,
ഇതിൻ്റെ വേരുകൾ ഉണ്ടാവും ട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വേര് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വളരെ സിമ്പിൾ. വെള്ളം മാത്രമല്ല, നമുക്ക് രാസവളം വേണമെങ്കിൽ രാസവളവും നേരിയ രീതിയിൽ കൊടുത്താൽ ചെടിക്ക് നല്ല വളർച്ച ഉണ്ടാവും ട്ടോ. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു കപ്പിൽ എന്ത് ചെയ്താൽ മതി, വെള്ളം എടുത്തതിന് ശേഷം ഇതിൽ 2 ഹോൾസ് ഉണ്ടല്ലോ, ഈ 2 ഹോൾസ്, അതായത് ഇത് കുറഞ്ഞ രീതിയിലൊക്കെ ഒരു വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പം ഇതിൽ 2 ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഹോൾസ് ഉള്ള ഭാഗം ഞാൻ കുറച്ച് മുന്നേ നനച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോൾസ് ഉള്ള ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ പൊത്തിപ്പിടിക്കുകയാണ്. പൊത്തിപ്പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിൽ കപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് ഇതാക്കുന്ന വെള്ളം നിറഞ്ഞു നിന്നിട്ടുണ്ട്. വെള്ളം പുറത്തേക്ക്, ആ ഹോൾസ് ഉണ്ട്, ഹോൾസ് കുറച്ച് നേരം പൊത്തി പിടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഇതിൽ നന്നായിട്ട് തന്നെ നനവ് കിട്ടുകയും ചെയ്യും. അപ്പം ഇതിൽ അധികമായി നിൽക്കുന്ന വെള്ളം ഈ ജസ്റ്റ് ഹോൾ എന്ത് ചെയ്താൽ തുറന്നു വിട്ടാലുണ്ടല്ലേ, വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കോളും. ഞാനത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കപ്പ് തന്നെ പിടിച്ചു കൊടുക്കും. വളരെ കുറഞ്ഞ സമയം മതി ഒന്ന് നനച്ചു കൊടുക്കാൻ തന്നെ. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ തന്നെ വളം ലഭിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ വളർച്ചയും നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇത്തരം സൈസുള്ള ചുരങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ 2 തവണകളിലായിട്ട് എന്താ ഒരു 15 ചുരങ്ങോളം ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഓരോന്നിനും 3 കിലോ തൂക്കമുള്ള 15, അതായത് 45 കിലോ. അപ്പോൾ 45 കിലോ പച്ചക്കറി ഇതിൻ്റെ മുകളിൽ നിന്നാട്ടോ ഞാൻ പറിച്ചെടുത്തത്. ഇപ്പം 3ാമത്തെ സീസണിൽ ഏകദേശം ഒരു 10-25 കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ മറ്റുള്ള ആൾക്കാരെ കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളും കൃഷികളൊക്കെ ഉണ്ടാക്കി നോക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.